ഗൈസ്, ഓരോ പണിക്കും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ടെന്ന് പറയുന്ന വെറുതെ അല്ല, ഇന്നത് അനുഭവിച്ച്. കാരണം വേറെ ഒന്നല്ല, ഈ കാണുന്ന മൊത്തം ഇന്റർലോക്ക് ഒന്ന് വൃത്തിയാക്കാന്ന് വിചാരിച്ചു. ആദ്യം എന്നോട് ഉമ്മ ഈ കാണുന്ന ഒരു പാവി മാത്രം പ്രഷർ പമ്പ് എടുത്തിട്ട് അടിച്ച് കളയാനാന്ന് പറഞ്ഞത്. പക്ഷെ ഞാൻ എന്താക്കി, ഒരു ആവശ്യത്തിന്റെ പുറത്ത് ഈ കാണുന്ന ഇന്റർലോക്ക് എല്ലാം വൃത്തിയാക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് ഇതൊക്കെ കാണുന്ന സൂര്യേട്ടനെ കണ്ട, സൂര്യേട്ടൻ പണി തന്നു. അത്രയും കഷ്ടപ്പാടുണ്ട്. ഒരു ഉച്ച സമയമാകുമ്പോഴത്തേക്ക് തന്നെ അടിച്ചടിച്ച് കൈയിന്റെ ഒരു പരിവങ്ങായി. അടിക്കാൻ നല്ല പണിയാണ്. ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന്റെ ഓർത്താ ഇത് അടിപൊളിയാണ് എന്ന് പറഞ്ഞൊരു മൈൻഡിലേക്ക് ഉണ്ടാക്കിയത്. പക്ഷെ കുറച്ച് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഈ അടിക്കുന്ന സമയത്ത് എന്നെ പ്രാവ് കളയുന്ന പിന്നെ അതിന്റെ ഒച്ച ഇരിക്കില്ല, അതൊരു ഇറിറ്റേഷനാണ്. അത് കാരണം വെച്ചാൽ ആ പണിക്ക് അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട്. ഓരോ പണിക്കും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ടായിക്കൊണ്ടാണ് പറയുന്നത്. പിന്നെ കുറെ ആൾ പറയുന്നേക്കാം, നീ ആ പണിയുടെ പ്രഷർ പമ്പത്തേക്ക് അടിച്ചാൽ പോരെ, ആക്കിയാൽ പോരെ, അങ്ങനത്തെ പണിയിൽ ഇങ്ങനത്തെ പണിയിൽ ഒരു കഷ്ടപ്പാടില്ല എന്ന് പറയുന്നവരോട് എനിക്ക് പറയാൻ ഒറ്റ കാര്യം മാത്രമാണ്, വേറൊന്നുമില്ല. നിങ്ങൾ ആദ്യം ആ പണി ചെയ്ത് നോക്കാം, എന്നിട്ട് പറയാം കഷ്ടപ്പാടുണ്ടോ ഇല്ലയോ എന്ന്. പിന്നെ കാലങ്ങളെ പറഞ്ഞ് പഠിച്ചൊരു പണിയുണ്ട്, എഡിറ്റിംഗ് ആർക്ക് തീരെ കഷ്ടപ്പാടില്ല. അങ്ങനെ എഡിറ്റിംഗ് ആർക്ക് തീരെ കഷ്ടപ്പാടില്ല എന്ന് പറയുന്നവരോട് ആദ്യം നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്ത് നോക്കാം. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെതായ കഷ്ടപ്പാട് തിരിച്ചറിയാൻ പറ്റും. കാരണം വെച്ചാൽ ഒരു എഡിറ്റിംഗ് എന്ന് പറയുന്നത് പണിയിട്ടല്ല, ആയിരക്കണക്കിന് ക്ലിപ്സ് സെലക്റ്റീവായ 10-15 ക്ലിപ്സ് മാത്രം എടുത്തിട്ട് എന്നാക്കും എഡിറ്റ് ചെയ്തിട്ട് അതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് ആൾക്കാരിലേക്ക് എത്തിച്ച് അത് നല്ല രസമുണ്ടെന്ന് കേൾക്കലാണ് ഒരു എഡിറ്ററിന്റെ പണി. അതുപോലെ തന്നെ ലോട്ടറി കച്ചവടക്കാരനായാലും ഒരു ലോട്ടറി കച്ചവടക്കാരൻ്റെ പണി എന്ന് വെച്ചാൽ ആൾക്കാർക്ക് കൺവിൻസ് ചെയ്തിട്ട് ഇന്നത്തെ ഭാഗ്യക്കൂലി അങ്ങനത്തെ ഭാഗ്യക്കൂലി എല്ലാം പറഞ്ഞിട്ട് എന്നാക്കണം, ആൾക്കാർക്ക് റെഡിയിപ്പിക്കണം. അപ്പോൾ ഓരോ പണിക്കും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട്. അപ്പോൾ എന്താക്കാം, ഓരോ പണി ചെയ്ത് നോക്കിയിട്ട് കഷ്ടപ്പാടുണ്ടോ ഇല്ലോ തീരുമാനിക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.